ഈ നാടിനെ ഇന്ന് ഈരാറ്റുപേട്ട എന്താണോ ആ ഈരാറ്റുപേട്ടയാക്കാൻ കഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ ആ നാട് വലിയ വർഗീയതയിലേക്ക് പോയപ്പോൾ അതിനെ തിരുത്താൻ ശ്രമിച്ചതാണ് തെറ്റ്. അദ്ദേഹം ഈ രാജ്യവിരുദ്ധ ശക്തികളോട് കോംപ്രമൈസ് ചെയ്യാത്തതുകൊണ്ടല്ലേ അദ്ദേഹം തോറ്റുപോയത്. ഏതെങ്കിലും സമയത്ത് നിങ്ങളൊക്കെ മാധ്യമപ്രവർത്തകരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹത്തെ എടുക്കുന്ന നിലപാടിൽ ഒരിക്കലും വെള്ളം ചേർക്കാത്തൊരു മനുഷ്യനാണ്. അദ്ദേഹം എടുത്ത നിലപാടിൽ നിന്ന് ഒരിക്കലും പുറകോട്ട് പോയിട്ടില്ല. 2021 ഈ പറയുന്ന ഈ രാജ്യവിരുദ്ധ ശക്തികളോട് കോംപ്രമൈസ് ചെയ്യുമായിരുന്നെങ്കിൽ PC ജോർജ് കേരള നിയമസഭയിൽ ഉണ്ടാകുമായിരുന്നു എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. ഞാൻ പറയട്ടെ, അഹമ്മദാബാദ് പീഡന കേസിൽ, സ്ഫോടന കേസിൽ 2 പേര് ഈരാറ്റുപേട്ട സ്വദേശികളായ ഷിബിലിയും ഷാദുലിയും ഇപ്പോഴും തൂക്കിലേറ്റാൻ വിധിക്കപ്പെട്ട് കിടക്കുകയാണ്. ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർ, STPയുടെ കൗൺസിലർ അൻസാരി ഇപ്പോഴും ജയിലിലാണ് NIA പിടിച്ച കേസിൽ. അങ്ങനെ NIA ഇവിടുന്ന് തന്നെ 5 പേരെ ആ സമയത്ത് അറസ്റ്റ് ചെയ്തിരുന്നു. അപ്പം ഇത് ചൂണ്ടിക്കാണിക്കാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് അവകാശമുണ്ടോ ഇല്ലയോ, അതാണ് ഇവിടുത്തെ ചോദ്യം. അദ്ദേഹത്തിൻ്റെ ഭാഷ, അദ്ദേഹം ഉപയോഗിച്ച ഭാഷയെ അദ്ദേഹം തന്നെ തിരുത്തി പറഞ്ഞല്ലോ. ഞങ്ങളാരും തിരുത്തി പറയേണ്ട കാര്യം, അദ്ദേഹം തന്നെ ആ ഭാഷയിൽ ഏതെങ്കിലും ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഇസ്ലാം സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നിരുപാധികം ക്ഷമ അദ്ദേഹം ചോദിച്ചതാണ്. പക്ഷേ എന്ന് വെച്ചുകൊണ്ട് ഒരു പൊതുപ്രവർത്തകന് തന്നെ നാട്ടിലുണ്ടാകുന്ന ഇത്തരം രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെ സംസാരിക്കാതിരിക്കാൻ കഴിയുമോ? PC ജോർജ് സംസാരിച്ചേ പറ്റുള്ളൂ. കാരണം ഭരണഘടനയുടെ 3 തൂണ് എന്ന് പറയുന്നത് ലെജിസ്ലേറ്റീവ്, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവാണ്. അതിന് 3നും അതിൻ്റേതായ ചുമതലകളുണ്ട്. ഈ നിയമം സംരക്ഷിക്കപ്പെടുന്ന ജുഡീഷ്യറിയുടെ കടമയാണ്. അതുപോലെ തന്നെ സമൂഹത്തിലുണ്ടാകുന്ന വിഷയങ്ങളെ പൊതുസമൂഹത്തിൽ കൊണ്ടുവരുവാനും അതിനെ കൃത്യമായി അതിൽ ഇടപെടൽ നടത്തുക എന്നൊക്കെ ഉള്ളത് വളരെ ഗൗരവമായി ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ കടമയാണ്. അത് ആ കടമ ചെയ്യാതെ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഹൈക്കോടതി പറഞ്ഞതിൻ്റെ മറുവശമാണ് പറയുന്നത്, ആ കടമ ചെയ്യാതെ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അത് PC ജോർജ് എന്ന് പറഞ്ഞാൽ ഞങ്ങളല്ല, എൻ്റെ രാഷ്ട്രീയ പാർട്ടി ഉൾപ്പെടെയുള്ളത് ചെയ്തു പറ്റും. കഴിഞ്ഞ ദിവസം പാലായിൽ നടന്നൊരു കാര്യം നിങ്ങൾക്കെല്ലാം അറിയാം. പാലായിൽ ഒരു പറമ്പിൽ കിടച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വിഗ്രഹം കണ്ടെത്തി. ആ വിഗ്രഹം സ്വാഭാവികമായ ഒരു മതസമൂഹത്തിൻ്റെ വികാരമാണ്. ആ വികാരത്തെ മാനിച്ചുകൊണ്ട് പാലാ അരമന വളരെ സൗമ്യമായ ആ വിഷയത്തെ കൈകാര്യം ചെയ്യുകയും ആ വിഷയം ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു ചാനൽ, ഒരു പ്രത്യേകമായിട്ട് പറഞ്ഞാൽ ഈ പറയുന്ന രാജ്യവിരുദ്ധ ശക്തികളുടെ ഒരു ചാനൽ അതിനെതിരെ പാലായിൽ പരാതി കൊടുത്തു. എന്താണ്? 2 മതവിഭാഗങ്ങൾ തമ്മിൽ കൃത്യമായ പ്രശ്നമുണ്ടാക്കുന്ന വാർത്ത നിങ്ങളെല്ലാവരും അത് കണ്ടതാണ് അല്ലേ? എന്നിട്ട് എന്ത് നടപടി സ്വീകരിച്ചു? മുജാഹിദ് ബാലുശ്ശേരി രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഇവിടെ ബാക്കിയുള്ള എല്ലാ മതസ്ഥരെയും കൊല്ലണമെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ബാക്കിയുള്ള മതങ്ങളെ മുഴുവൻ അപമാനിക്കുന്നുണ്ട്. ഒരു കേസ് എടുത്തിട്ടില്ലല്ലോ. PC ജോർജിനെതിരെ കേസെടുത്തതിൻ്റെ കാര്യം ഇതൊന്നും അല്ല. നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കുക, ഇവിടെ PC ജോർജ് പറഞ്ഞതിൻ്റെ പേരിൽ എവിടെയെങ്കിലും ഒരു മതസ്പർദ്ധ ഉണ്ടാക്കിയോ? നിങ്ങൾ പറ. വഖഫ് വിഷയത്തിൽ PC ജോർജും ഞങ്ങളും ഒക്കെ എടുത്ത സമീപനം വലിയ രീതിയിൽ അസ്വസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നു. ഭാരതത്തെ നശിപ്പിക്കാൻ രാജ്യദ്രോഹ നടപടികളുമായി ആരിറങ്ങിയാലും ആ ഭീകരവാദികൾക്കെതിരെ ഞാൻ തുടങ്ങി വെച്ചിട്ടുള്ള ശക്തമായ നടപടികളുമായി ഒരു സംശയം വേണ്ട, തൻ്റെടമായി മുമ്പോട്ട് പോകും. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും